വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മളെ ഓണപരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന EVS നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് തരുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന് വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് ഈ ചാപ്റ്ററിനെ തരംതിരിക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഗാന്ധിജിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടന മുതലാണ്. അതായത് സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഇന്ത്യയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മിക്കവാറും ഒന്ന് ഭരണഘടനയായിരിക്കും. രണ്ടാമത്തേതായിട്ട് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്ന കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെയാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹൗ മെനി ലാംഗ്വേജസ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. 22 ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ മലയാളം ഒക്കെ പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഭാഷകൾ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള കലകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇവിടെ കുച്ചിപ്പുടിയും കഥക്കും മോഹിനിയാട്ടവും മണിപ്പൂരിയും ഭരതനാട്യവും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഏതേത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണെന്നുള്ള ചോദ്യങ്ങൾ നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഭരതനാട്യം എന്ന് പറയുന്നത് എവിടത്തേതാണ്? തമിഴ്നാടിൻ്റെതാണ്. ഉത്തർപ്രദേശിൻ്റെതാണ് കഥക് എന്ന് പറയുന്നത്. കഥകളി എവിടെയാണ്? കേരളമാണ്. കേരളത്തിന്റെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. നോക്കിക്കാൻ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മണിപ്പൂരി നിങ്ങൾക്കറിയാം, മണിപ്പൂരിൻ്റെതാണ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെതാണ് അല്ലെ. ഒഡീഷ സാത്രിയ ആസാമിൻ്റെതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്ത് ചോദ്യം ചോദിച്ചാലും എന്റെ കുട്ടികൾക്ക് എഴുതാൻ സാധിക്കണം. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.